ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അപ്പോൾ അവൾക്ക് പ്രസവിച്ചിട്ട് 15 ദിവസം ആവുകയാണ് അപ്പം ഒന്ന്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ വേറെ ആരുമില്ല, ഞാനും ധോനി ബേബി മാത്രമേ വന്നിട്ടുള്ളൂ. ഏട്ടൻ ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ. ചിക്കനൊക്കെ കേട്ടോ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. രാവിലെ കൊണ്ടുവന്ന കേട്ടോ ചെറിയ ഇളയച്ചനെ, അനിയത്തിൻ്റെ ഭർത്താവേ. ചോറൊക്കെ ഇതായിട്ടുണ്ട്, ചോറായി വരുന്നു. അമ്മ കനാലിലേക്ക് അലക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. ധനി ബേബിനെ കുളിപ്പിച്ചിട്ടൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കുള്ള കുറുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവൾക്ക് കുറുക്ക് കൊടുക്കണം. ധനി ബേബി, ധനി ബേബി, ബേബി എവിടെ? Danny baby, Danny baby, Danny baby. Danny baby. അങ്ങനെ ധോനി ബേബിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ അത് അടുപ്പത്ത് കയറിയിരിക്കുന്നു കേട്ടോ. പിന്നെ അവരെത്തി, ഞങ്ങൾ കറിയൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴത്തേന് അവരെത്തി. അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ക്യാബേജ് ഉപ്പേരിയും പിന്നെ പപ്പടവും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ. രണ്ടുപേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾക്കും കുട്ടിക്കും കുറച്ച് തുണിയും പിന്നെ മരുന്നും ഒക്കെ ആയിട്ടാണ് അവർ വന്നത്. പിന്നെ അവരെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ യാത്ര പറഞ്ഞു പോയി. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ 4 മണി 4:30 ആയപ്പോൾ അമ്മ പാലൊക്കെ മേടിച്ചിട്ട് വന്നു, ചായയൊക്കെ വെച്ചിട്ടോ. അപ്പോഴത്തേന് ധോനി ബേബി ഉറങ്ങായിരുന്നു. ഞാൻ ആ സമയം കൊണ്ട് കുളിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വൈകിട്ടേക്ക് രാശേട്ടൻ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകും വേണം. അപ്പോൾ ശിവരാത്രി അല്ലേ, ശിവരാത്രി. അപ്പോൾ ഞങ്ങളുടെ അവിടെ മഹോത്സവമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോകണം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം റെഡിയായി കുളിച്ചു കേട്ടോ. വേഗം ഞാൻ കുട്ടി എണീച്ചപ്പോഴത്തേന് കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളമൊക്കെ പറ്റ പറ്റിയിരിക്കണം കേട്ടോ. ചെടികളൊക്കെ നനവില്ലാണ്ട് വറ്റി വരണ്ടിരിക്കണം. നല്ല വെയിലല്ലേ, വരുന്ന വെയിൽ അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കേട്ടോ. വീടിൻ്റെ അകത്തേക്കൊക്കെ നല്ല വെയിലായിരിക്കും രാവിലെ മുതൽ തന്നെ. ഒരു 4-5 മണി വരെ ആ പോണ വെയിൽ വന്ന വെയിലൊക്കെ വീടിൻ്റെ മുകളിൽ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ വേഗം പിന്നെ പൈപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ചെടികളും കുറച്ച് ചീരി അതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ കറിവേപ്പിൻ തയ്യ അങ്ങനെ എല്ലാത്തിനും ഒക്കെ നല്ല വെള്ളമൊക്കെ നനച്ച് പിന്നെ ഞാൻ നനയ്ക്കണതൊക്കെ എടുത്ത് അമ്മയാണ് കേട്ടോ ക്യാമറാമേന്. അപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കണം. അമ്മേനെയും കൊണ്ട് കേട്ടോ ക്യാമറയൊക്കെ പിടിപ്പിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെള്ളമൊക്കെ നല്ലവണ്ണം എല്ലാത്തിനും ചെടികൾക്കും പിന്നെ ചീരയ്ക്കൊക്കെ നനച്ചു കൊടുത്തു. പിന്നെ അതിന് ശേഷം പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനാണ് രാശേട്ടൻ വന്നിട്ടോ. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ ധോനി ബേബി നല്ല കളി കേട്ടോ. ഇടയ്ക്ക് ഓരോ വാശിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളിവിടെ കിടന്ന് കളിക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ആ സമയം കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അങ്ങനെ കണ്ടിട്ട് കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്, ലെങ്ത്ത് ഇല്ല, കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് കൂട്ടാത്തതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമുക്ക് നെറ്റ്വർക്കിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 10 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് MB തികയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കാരണം കൊണ്ടാണ് നെറ്റ് റേഞ്ചൊന്നും കിട്ടില്ല അവിടെ. ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് കുഞ്ഞു വീഡിയോകൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇതാ വൈകുന്നേരം സന്ധ്യയായി ധോനി ബേബിനെയൊക്കെ റെഡിയാക്കി അമ്മ കേട്ടോ കഴിക്കാനൊക്കെ കൊടുത്തിട്ട്. അപ്പം മേമുണ്ട്, തറവാട്ടത്തെ മേമുണ്ട് വന്നിട്ട് കുട്ടി പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളോട് സംസാരിക്കുക. അപ്പോൾ ഇളയച്ചനതാ പണിയൊക്കെ കഴിഞ്ഞ് വന്നു, ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അവളോട് സംസാരിച്ചിട്ട്. അപ്പോഴാണ് വീട്ടിലേക്ക് കുറച്ച് മാങ്ങ പറിക്കാമല്ലോ പറഞ്ഞ്. അപ്പോൾ മാങ്ങ പറിക്കാനൊക്കെ ആയപ്പോഴത്തേന് 7 മണിയൊക്കെ ആയിട്ടോ, കുറച്ച് ഇരുട്ടായി. അപ്പോൾ ഇളയച്ചൻ പറഞ്ഞു ഞാൻ പറിച്ചു തരാം ചേച്ചി പറഞ്ഞിട്ട് ഞാനും ഇളയച്ചനും കൂടി മാങ്ങ പറിക്കുക കേട്ടോ. എത്തുന്നിടത്തേക്ക് ഇങ്ങനെ കൈ എത്തിച്ച് പിടിക്കാൻ പറ്റുന്നിടത്തൊക്കെ മാങ്ങ ഞാൻ അവനും കൂടിയൊക്കെ പറിച്ച് ഒക്കെ കിറ്റിലാക്കി. കുറച്ച് അവിടെ വീട്ടിൻ്റെ രാശേൻ്റെ വീടിൻ്റെ അവിടെ ഉള്ള താഴത്തെ വീട്ടിലേക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ അവനും കൂടി മാങ്ങ പറിക്കുക കേട്ടോ. അപ്പം മേമ കുട്ടീൻ്റെ എടുത്തിട്ടതാ അവളെ കളിപ്പിക്കുന്നുണ്ട്. പിന്നെ അമ്മ തേങ്ങ ആട്ടാനുള്ള തേങ്ങയൊക്കെ അവിടെ വെയിലത്തിട്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് അമ്മ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചു.
അമ്മയും മേമ്മ ഞാൻ പോവാട്ടോ, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, പണി മാറ്റി വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ അടുത്താണ് കുട്ടി കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഒക്കെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞു പെട്ടെന്ന് റെഡിയാവ്, കുട്ടിക്ക് 1-2 ഡ്രസ്സ് എടുക്കണം, നീ വേഗം റെഡിയായി നിൽക്ക് കേട്ടോ, ഞാനിപ്പോൾ വരാ പറഞ്ഞു. ഞാൻ പിന്നെ വേഗം റെഡിയായി കുട്ടീനെയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ അവിടെ കിടത്തിയിട്ടോ. അപ്പോൾ ചെറിയ അനിയത്തിയുടെ മോളും ഉണ്ട് കേട്ടോ, അവളുടെ അടുത്താണ് കൊണ്ടുപോയി കിടത്തിയത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി നല്ല കളിയാണ് അവിടെ. അവൾ കവുന്ന് കിടക്കുകയാണ് വലിയ ആൾ. അവൾ കുറേ നേരമായി ഇങ്ങനെ കവുന്ന് കിടക്കണു. അപ്പോൾ തല കടയുമ്പോൾ ഇടയ്ക്കൊന്ന് തല താത്തു കേട്ടോ. അപ്പോൾ കവിലാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അവൾ, കുറച്ച് ദിവസമായിട്ടുള്ളൂ കവിലാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ അടുത്ത ആളുണ്ട് കട്ടിൽ കേട്ടോ. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുക. അനിയത്തി ചായ കുടിക്കുകയാണ് ആ സമയം കേട്ടോ. ചെറിയ ബിസ്ക്കറ്റ് എന്തൊക്കെ ഇളയച്ചൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് അവൾ ചായ കുടിക്കുകയാണ്. അങ്ങനെ അതാ അവൾ ചായ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടികളും കളിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ കളിക്കുക, ചേച്ചി പോകണ്ടെന്ന് എന്നൊക്കെ പറയുകയാണ് അനിയത്തി. അപ്പോൾ ഞങ്ങളിന്ന് ഇങ്ങനെ ശിവരാത്രി മഹോത്സവമാണ്, ഞങ്ങളവിടെ ക്ഷേത്രത്തിൽ നല്ല ആഘോഷമാണ്. അപ്പോൾ ഞങ്ങൾ പോട്ടെ എന്ന്, ഇനി വരുമ്പോൾ കുറച്ച് ദിവസം നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ നേരെ പോകുന്നത് തച്ചമ്പാറ വഴിക്കാട്ടോ. തച്ചമ്പാറയ്ക്കൂടെ വന്നിട്ട് അപ്പോൾ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇതാ കുട്ടിക്ക് ഡ്രസ്സൊക്കെ എടുത്തു. അതിനിടയ്ക്ക് അമ്മ ചെല്ലാൻ പറഞ്ഞിട്ടോ ഞങ്ങൾ പെട്ടെന്ന് പോയത്. പിന്നെ പ്രസവിച്ചെടുക്കണ വീടല്ലേ, അപ്പോൾ ഇഷ്ടം പോലെ പണി ഉണ്ടാവില്ല, അമ്മേനെയും കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയതാണ്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.